എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് സ്കൂൾ ലൈഫിലോട്ടൊന്ന് തിരിച്ചു പോകാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന്. പക്ഷേ എനിക്കറിയത്തില്ല, എനിക്കങ്ങനെ സ്കൂൾ ലൈഫിൽ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമൊന്നുമില്ല. ആകെ എനിക്ക് കിട്ടിയത് ടിൻഡുവിനെയാണ്. അതെൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ട്. ഇന്ന് ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ എനിക്ക് ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യം പെട്ടെന്ന് ഓർമ്മ വന്നു. അത് പറയാം. ഇപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ സ്കോട്ടി മോൾക്ക് ഒരു എക്സിബിഷൻ ഉണ്ട് സ്കൂളിൽ. അപ്പം ആള് സോളാർ സിസ്റ്റം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളൊക്കെയാണ്. നമ്മുടെ കഴിവ് കണ്ടിട്ടായിരിക്കണം അവർ ആ ഒരു വർക്ക് നമുക്ക് തന്നെ തന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ വന്നപ്പം അങ്ങനെ സാധനങ്ങൾ മുഴുവനായിട്ട് വാങ്ങാൻ പറ്റിയില്ല. പിന്നെ ദിവസം അധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ പോയി ഡ്രസ്സ് ഒന്ന് മേനെയുള്ള ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ ലുലു മോളിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ലുലുവിൽ വന്നു കഴിഞ്ഞാൽ ഉപ്പ് മുതൽ കർപ്പൂരം വരെ കിട്ടുമെന്നുള്ള ഒരു കോൺസെപ്റ്റ് വെറും പൊട്ടയാണ് എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ലൈക്ക് ഇത്രയും വലിയ ചാക്ക് പോലത്തെ സാധനമൊക്കെ എടുത്തിട്ടാണ് നമ്മൾ വാങ്ങാൻ പോകുന്നത്. കാരണം കണ്ടമാനം സോളാർ സിസ്റ്റം ഉണ്ടാക്കാനുള്ള സാധനം മൊത്തം വാങ്ങി നിറയ്ക്കണ്ടേ. ഇങ്ങനെ 2 പേപ്പറിൽ ലിസ്റ്റൊക്കെ എഴുതി പോയിട്ട് നമ്മൾ അവസാനം വാങ്ങിയ സാധനങ്ങൾ ഇതാണ്. ഈ 3 സാധനങ്ങൾ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ നമ്മൾ തളരാതെ നമുക്കിനി ഒരുപാട് പടികൾ കടക്കാനുണ്ട് ഈ ഒരു സോളാർ സിസ്റ്റം ചെയ്തു വരുമ്പോൾ. അപ്പോൾ അതിനുള്ള ശക്തി നമുക്ക് വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലുലുവിൽ വന്നു കഴിഞ്ഞാൽ സ്ഥിരം കഴിക്കുന്ന അൽമാസ് ഷവർമ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആൻലിൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇത് കഴിക്കുന്നത്. പക്ഷെ അവൾക്ക് ഒരുപാട് ഇഷ്ടമായത്. ഇവിടെ ഞാൻ നിങ്ങളതും പറയുന്നത് നിങ്ങൾ ഇത് പോയി ട്രൈ ചെയ്യണം. അടിപൊളിയാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അതുപോലെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം നോക്കിയാൽ അതും ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഇത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് നമുക്ക് ഷെയ്ക്കോ അങ്ങനെ എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നി. അതും നമ്മൾ നിറവേറ്റി. അപ്പോൾ ഇനി കൂടുതൽ സോളാർ സിസ്റ്റത്തിൻ്റെ കഥകളുമായി ഞാൻ വരുന്നതായിരിക്കും. ബൈ.